ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഏതാണ് ഫ്രാങ്ക്ലിൻ്റെ ഏതാണ് മഹീന്ദ്ര താറുകളൊക്കെ എന്തായാലും ഗൈസ് കഴിഞ്ഞ ദിവസം എന്തായാലും കളഞ്ഞെന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടാ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ എന്തായാലും കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഷിൻജാനില്ലേ നമ്മുടെ ഷിൻജാൻ. ഓക്കെ, നമ്മുടെ ഷിൻജാനെ കളൊക്കെ ഗൈസ് ഒരു ഈവിൾ സാന്റാക്ലോസുകളൊക്കെ ഗൈസ് എടുത്താലും കിഡ്നാപ്പ് ചെയ്തെന്തായാലും കൊണ്ടുവന്നാലും പോയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ താറും കൊണ്ട് നമ്മുടെ ഷിൻജാനെ രക്ഷിക്കാനായിട്ട് നമ്മളെന്തായാലും പോയതാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ താറുകളൊക്കെ നമ്മൾ എന്തായാലും കളഞ്ഞെന്തായാലും പോയി. അത് മാത്രമല്ല ആ ഒരു സാന്റാക്ലോസാണ് നമ്മളെ പിടിച്ച് അടിച്ച് നമ്മളെ പരിവാക്കി കേസ്. ഓക്കെ, എന്നിട്ട് കേസ് എന്തായാലും നമ്മൾ അടിച്ച് നമ്മുടെ ബോധം മൊത്തത്തിൽ കളഞ്ഞിട്ട് നമ്മുടെ ഷിൻജാനെ അടിച്ച് ബോധം കളഞ്ഞിട്ട് നമ്മളെ അടുത്ത് കേസ് നേരെ എന്നാലും നമ്മുടെ ബീച്ചിൽ കൊണ്ടുവന്നാലും കളഞ്ഞിരുന്ന കേസ്. ഓക്കെ, അത് മാത്രമല്ല കേസ് ആ ഒരു ഈവിൾ സാന്റാക്ലോസുകളൊക്കെ നമ്മുടെ മഹീന്ദ്ര താറുകളൊക്കെ അല്ല ആ ഒരു വണ്ടികളൊക്കെ നൈസായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ വണ്ടി കത്തിക്കൊന്നും ചെയ്തിട്ടൊന്നും തന്നെ അല്ല, അതിപ്പോഴും അതിൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് കേസ്. ഓക്കെ, അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല കേസ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് നമ്മുടെ BMW കണക്കാണ്. ആ വണ്ടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെ കേസ് നമ്മുടെ ഷിൻജാനെ രക്ഷിക്കണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, നമ്മുടെ ഷിൻജാന് കണക്ക് കേസ് ഇപ്പോൾ എന്നാലും നമ്മുടെ ആ ഒരു ഈവിൾ സാന്റാക്ലോസിൻ്റെ കയ്യിൽ കളകയാണ്. ഓക്കെ, നമുക്കെന്നാലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം കേസ്. ഓക്കെ, ഇപ്പോൾ രാത്രിയും കളകയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ പോയിന്റ് എന്ത് പറയാനല്ലേ, നമുക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോൾ വരെയാണ്. ഓക്കെ കേസ്, ആ സൈഡിലായിട്ടാണ് കേസ് ആ ഒരു ഈവിൾ സാന്റാക്ലോസിൻ്റെ ഹൗസ് കണക്ക് വരണേന്ന് പറയണത്. ഓക്കെ, പക്ഷെ എൻ്റെ പോയിന്റ് കേസ് ഒരു മാളിക പോലത്തെ ഒരു വീടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വീട് കണക്ക് എന്തായാലും ഏതാണ് ഡിസപ്പേർഡ് ആയി പോകും കേസ്. അങ്ങനത്തെ ഒരു സംഭവം ആ വീടിന് എന്തായാലും ഉണ്ട് കേട്ടോ. ഒരു ഹൊറർ ഹൗസാണ് കേസ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഈവിൾ സാന്റ താമസിക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെയുള്ള കേസ് നമ്മുടെ ഷിൻജാനെങ്ങളൊക്കെ എന്തായാലും രക്ഷിക്കണം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു BMW അല്ലേ നൈസായിട്ട് എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം. എന്നാലും കുറച്ചേരം എന്തായാലും ആലോചിക്കട്ടെ കേസ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഷിൻജാനെ രക്ഷിക്കാൻ പറ്റുമല്ലോ, ഐഡിയ വല്ലതും കിട്ടുമോ എന്നൊക്കെ എന്തായാലും ആലോചിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും കേസ് ചെറിയൊരു ഐഡിയകളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഈ ഒരു BMW കൊണ്ട് നമ്മളെന്തായാലും കേസ് ആ ഒരു ജുറാസിക് പാർക്കിൻ്റെ അകത്ത് എന്തായാലും കയറും കേസ്. ഓക്കെ, എന്നിട്ട് കേസ് നമ്മളെന്തായാലും നമ്മുടെ ഏതാണ് ആ ഒരു വീടില്ലേ കേസ്, ആ ഒരു വീട് നമ്മുടെ ഒരു ഹൊററായിട്ടുള്ള ആ ഒരു വീടിൻ്റെ ഏതാണ് ബാക്ക് സൈഡിൽ കൂടെ എന്നാലും ഒരു ഡോറ് കണക്ക് എന്തായാലും ഉണ്ട്. ആ ബാക്കിലത്തെ ഡോറിൽ കൂടെ ഞാൻ പതുക്കെ എന്തായാലും കയറും കേസ്. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് കയറണം. ഓക്കെ, ബാക്കിലത്തെ ഒരു ഡോറിൽ കൂടെ കയറിയിട്ട് നേരെ ഞാൻ എങ്ങനെയെങ്കിലും കേസ് എന്തായാലും മുകളിലോട്ട് എന്തായാലും പോകുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യുന്നതാണ്. നമുക്ക് അതിന് കുറച്ച് വെപ്പൺസ് കണക്ക് എന്തായാലും മേടിക്കണം കേസൊക്കെ. നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും തന്നെ ഇല്ല. ഉള്ള വെപ്പൺസ് എല്ലാം കേസ് ആ ഒരു ഈവിൾ സാൻഡ എടുത്തൊക്കെ. അതുകൊണ്ട് തന്നെ ആ സാൻഡയുടെ ഫ്രണ്ടിൽ പോയി നമ്മുടെ ഗൺസൊക്കെ ഇട്ട് തന്നെ നമ്മളെ വീഡിയോ വയ്ക്കും കേസൊക്കെ. അതുകൊണ്ട് നമുക്ക് എന്തായാലും അനിമേഷനിൽ പോയി കുറച്ച് ഏതാണ് ഗൺസ് കണക്ക് എന്തായാലും വാങ്ങിക്കാം. ഓക്കെ, നമ്മുടെ അമ്യുനേഷൻ്റെ അടുത്ത് എന്തായാലും പോവാം. ഓക്കെ, കുറച്ച് ദൂരം ഉണ്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും അമ്യുനേഷനിൽ പോയി കുറച്ച് ഗൺസ് കണക്ക് വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു റോക്കറ്റ് ലോഞ്ചർ എന്തായാലും വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് സ്റ്റിക്കി ബോംബ്സ് അങ്ങനെ കുറേ സാധനം വാങ്ങിക്കണം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ BMW കൊണ്ട് കാറിനൊക്കെ അത്ര സേഫ് അല്ല കേസ്, എന്നാലും കയറിയല്ലേ പറ്റുമോ. ഓക്കെ, നമുക്ക് എന്തായാലും കേസ് നമ്മുടെ അമ്യുനേഷനിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ കേസ്, നമ്മുടെ വീടില്ലേ നമ്മുടെ വീടിൻ്റെ അടുത്താണ് അമ്യുനേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിപ്പോൾ കുറേ ഗൺസ് സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചിടുന്നാലും വരാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മുടെ അമ്യുനേഷനിൽ പോയി നമ്മളെന്തായാലും ഒരു റോക്കറ്റ് ലോഞ്ചർ AK-47 അതേപോലെ തന്നെ നമ്മളെ അതാണ് AR ഗൺ അങ്ങനെ കുറേ സാധനമൊക്കെ നമ്മളെന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബോംബുകളും കൂടെ നമ്മളെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു വീട് കണ്ട വൃത്തി കാണാം കേട്ടോ. ഓക്കെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ വീട് ഡിസപ്പേർഡ് ആയി പോകും കേസ്. ഓക്കെ, കേട്ടോ ആ കാണണ ആ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ പോലെ ഭയങ്കര പേടിപ്പെടുത്തുന്ന വീടാണ്. ഓക്കെ, ഈ വീട് ആർക്കും നേരെ കാണാമല്ലോ കേട്ടോ. മൊത്തത്തിൽ മരമാണ് നമ്മുടെ ഒരു ജുറാസിക് പാർക്കിൻ്റെ ഫ്രണ്ടിലെന്ന് പറയണം. ഓക്കെ, അതുകൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ ഈ ഒരു BMW കൊണ്ടെന്തായാലും പോവാം. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ താറിനെ കൂടെ ഒന്ന് എടുക്കണം കേസ്. ഓക്കെ, നമ്മുടെ താറാണെങ്കിൽ അതിൻ്റെ അകത്തായി കിടക്കുകയാണ്. നമുക്ക് ബോധം വന്നപ്പോൾ നമ്മൾ ബീച്ചിലായിരുന്നു കേസ്. നമ്മുടെ വണ്ടി ഒന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, ഷിൻജാൻ എന്തിനാണ് തട്ടിക്കൊണ്ടത് അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. നമ്മളങ്ങനെ ഫുൾ സാധനം വാങ്ങിച്ച് നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസ്. ഓക്കെ, ഡോറൊക്കെ തുറന്ന് തന്നിട്ടുണ്ട്. നമുക്കെന്നാലും ലൈറ്റ് കണക്ക് പതുക്കെ ഓഫ് ചെയ്യാൻ കേസ്. ഓക്കെ, നമുക്കെന്നാലും അത്യാവശ്യം വെട്ടമുണ്ട് കേട്ടോ ഇവിടെ, എന്നാലും ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, നമുക്കെന്നാലും നേരെ എന്തായാലും കയറാൻ കേസ്. ഓക്കെ, നമുക്കെന്നാലും നമ്മുടെ ഈ ഒരു BMW ഇല്ലേ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു വീടിൻ്റെ അകത്ത് എന്തായാലും നൈസായിട്ട് കയറ്റാം. നമ്മുടെ ഈ ഒരു ഈവിൾ സാൻഡയുടെ വീടിൻ്റെ അകത്ത് നൈസായിട്ട് കയറ്റാം. ഒരു സൗണ്ട് പോലും ഇല്ലാതെ വേണം കയറ്റാൻ വെച്ചാൽ. ഓക്കെ, ഫ്രണ്ടിൽ ആ വണ്ടി എടുത്ത് ഇടല്ലേ. ഓക്കെ, നമുക്ക് അകത്ത് എവിടെയെങ്കിലും കൊണ്ടിടാം. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നു കേസ് ഇതാണ് കേസ് ആ വീടെന്ന് പറയണ. ഓക്കെ കേസ്, നമ്മുടെ ആയതാണ് ഷിൻജാനെ കണക്ക് ഇവിടെയാണ് തട്ടിക്കൊണ്ട് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ വണ്ടിയില്ല നമുക്ക് തൽക്കാലത്തേക്ക് എന്തായാലും ഇവിടെ കാണാത്ത രീതിയിലെല്ലാം വെക്കാം. ഓക്കെ, ബാക്കിലത്തെ ഡോറെല്ലാം തുറന്ന് അകത്ത് കയറാൻ പറ്റുമോ
ഇതെന്താണ്? എന്റെ പൊന്നെ, ഇതെന്താണ്? എന്റെ പൊന്നെ, ഏതൊക്കെയോ മനുഷ്യനെ വെട്ടി അടിച്ച് കൊന്നു വച്ചേക്കാണ്. ഇത് മിക്കവാറും കേസ് ആ ഒരു സാന്റാക്ലോസുകളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ കേസ്, നമ്മളെന്തായാലും കേസ് അതിൻ്റെ മണ്ടക്കൂടെ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് ഗൈസ്? നമ്മളതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചാടി നമ്മൾ നേരെ സാന്റാക്ലോസിൻ്റെ വീട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായി നമ്മുടെ ഏതാണ് പിസ്റ്റളുണ്ട്, നമ്മുടെ AK-47 ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്, സ്നൈപ്പർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് സ്റ്റിക്കി ബോംബ് ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും എൻ്റെ ദൈവമേ, ഷിൻജാനിട്ടിരിക്കണ ഏരിയയുടെ മണ്ടൊക്കെയാണ് നമ്മൾ ഇത്ര നേരം നിന്നേന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ വീട്ടിൽ ഫുള്ള് സ്റ്റിക്കി ബോംബ് ഇടാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഷിൻജാനെ രക്ഷിച്ചിട്ട് ആ ഒരു ഈവിൾ സാൻഡോടൊപ്പം തന്നെ ഈ വീട് മൊത്തത്തിൽ കത്തിക്കണം കേസ്. അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ ഇനിയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേസ്. എൻ്റെ പൊന്നെ കേസ്, ആകെ പേടിപ്പെടുത്തുന്നൊരു സംഭവമാണ്. ഫുള്ളായിട്ട് എന്തായാലും സ്റ്റിക്കി ബോംബ് കളക്കാൻ എന്തായാലും ഇടണം. എല്ലായിടത്തും ഞാൻ എന്തായാലും സ്റ്റിക്കി ബോംബ് ഇടുകയാണ്. ഇത് മൊത്തത്തിൽ കത്തി നശിക്കണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും മേളിലൊക്കെ പോയി. ഇപ്പം എന്നാലും ഇവിടെ നമ്മുടെ ആ ഒരു സാൻഡ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഗണ്ണും കണക്കെ എന്തായാലും നൈസായിട്ട് നല്ല കൈ പിടിച്ചേക്കാം. ഓക്കെ കേസ്, നമുക്കെന്തായാലും ഗണ്ണും കണക്കെ നൈസായിട്ട് എന്നാലും കൈ പിടിച്ചേക്കാം. നമുക്കെന്തായാലും പതുക്കെ എന്നാലും ഷിൻജാനെ എന്തായാലും വിളിക്കാം കേസ്. ഓക്കെ, എടാ ഷിൻജാനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ഇവിടെ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ പേടിക്കണ്ട, സാന്റ ഇവിടെ ഇല്ല. അല്ല, ആ സാന്റാക്ലോസ് ഇവിടെ. അയ്യോ ഓഫ്, ഞാൻ ഇവിടെ പിന്നെ അടിച്ചു വീണേ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്തെങ്കിലും പറ്റിയാ? ഇല്ലടാ ഷിൻജാനെ, എനിക്കൊന്നും പറ്റിയില്ല. അല്ലടാ ഷിൻജാനെ, ആ സാന്റാക്ലോസ് ഇവിടെ ഇല്ലല്ലോ. ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണിപ്പാള് കേസ്. ഈ സ്റ്റിക്കി ബോംബ് എല്ലാം കൂടെ എൻ്റെ മേത്ത് പിടിച്ചേസ്. ഇനി ഈ സാധനം പൊട്ടണമെങ്കിൽ ഞാനിവിടെ ചാവും കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ എന്താ അവസ്ഥയാണല്ലേ കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഷിൻജാനെ എടുത്തോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും ഫ്രാങ്ക്ലിൻ ചേട്ടാ, അല്ലെങ്കിൽ ഈ സാന്റാക്ലോസ് എന്നെ കൊല്ലും ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ താഴെ കണ്ടാണ് കുറേ പേരെ ഈ സാന്റാക്ലോസ് കൊന്നു വച്ചേക്കാണ്. ഇപ്പം തന്നെ നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. ആ സാൻഡ ആണെങ്കില്ല, വേറെ കുറേ കൊച്ചു പിള്ളേരെയും കുറേ ആൾക്കാരെയൊക്കെ പിടിക്കാമേ. ആടെ ഷിൻജാന, അതെനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പൊന്നെ വിടല്ലേ വീണ എൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ, അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ദേഹത്തു നിന്ന് മൊത്തം സ്റ്റിക്കി ബോംബ്. എടാ ഷിൻജാനെ, അത് ഞാൻ പറഞ്ഞ വഴിക്ക് കുറേ സ്റ്റിക്കി ബോംബ് എല്ലാം കൂടെ എൻ്റെ മേത്ത് പിടിച്ചാണ്, അല്ലാതെ ഞാൻ വെച്ചതെന്നല്ല. പക്ഷേ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വീട് മൊത്തത്തിൽ നശിപ്പിക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടൻ കൂടെ പൊട്ടിത്തെറിച്ച് ചത്തോവൂലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇളക്കി കളയാം. നീ ഇപ്പോൾ വാ, ആ സാൻഡ പറഞ്ഞതിന് പോണം. നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല നൈസായിട്ട് എന്നാലും ആ സാൻഡ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് ആ സാൻഡയെ കാണാമെന്ന് വേണ്ട, നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ആവാം. എടാ ഷിൻജാനെ, ഇനി നമ്മൾ ആ സാൻഡയെ കൊല്ലാതെ ഇട്ടിരുന്ന ആ സാൻഡ എപ്പോഴും ആരെ വേണമെങ്കിലും കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എങ്ങനെയില്ല അയാളെ കൊന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കിത് നേരെ എൻ്റെ പൊന്നെ, ഇതെന്താണ് ഫ്രാങ്ക്ലിൻ ചേട്ടന് ഇഷ്ടം പോലെ ബ്ലഡ് പോയല്ലോ. ആടാ ഷിൻജാനെ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. എൻ്റെ പൊന്നെ, ഇതെന്താണ് എൻ്റെ പൊന്നെ? അയ്യോ എനിക്ക് വയ്യ, ഒട്ടും വയ്യ, അടിച്ചൊരു പരിവായി. എടാ ഷിൻജാനെ, നീ വാടാ, നമുക്ക് എന്തായാലും നേരെ പോവാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടൻ, ഷിൻജാനെ പെട്ടെന്ന് വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ, നമ്മുടെ മഹീന്ദ്രയുടെ താറൂടെ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്നെ രക്ഷിക്കാനായിട്ട് ആ വണ്ടിയിലല്ലോ എന്നാ. എടാ ഷിൻജാനെ, ആ വണ്ടി മിസ്സിങ് ആണടാ. ആ വണ്ടി എവിടെയെന്ന് എനിക്ക് അറിയണോടാ. ആ വണ്ടിയെ കാണാനേ ഇല്ല. ഞാനിപ്പോൾ നമ്മുടെ BMW എടുത്തോണ്ടെന്നാ. ഓ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ BMW അല്ലേ? അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് നമ്മുടെ വണ്ടിയല്ലേ? ആടാ ഷിൻജാൻ, ഇത് നമ്മുടെ താറല്ലേ? എൻ്റെ പൊന്നെ, നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ കൊണ്ട് ഇളവി കിടക്കുകയാണ്. നമ്മുടെ ആ ഒരു സ്കെയറി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സാന്റാക്ലോസ് അല്ലേ, നമ്മുടെ ആ ഈവിൾ സാന്റാക്ലോസ്. ആ ഈവിൾ സാന്റാക്ലോസ് നമ്മുടെ വണ്ടി കണ്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, വണ്ടി മൊത്തത്തിൽ അടിച്ച് പൊട്ടി പണ്ടാറടങ്ങി പാളീസായിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് ഡോറെല്ലാം ഇളവി കിടക്കുകയാണ്. ഓക്കെ, എടാ ഷിൻജാനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ നമ്മുടെ ആ ഒരു മഹീന്ദ്രയുടെ ആ ഒരു താർ എടുത്തിട്ടോ, ഞാൻ നമ്മുടെ ആ ഒരു BMW എടുത്തിട്ടോ. ഞാനും ഈ വീട് മൊത്തത്തിൽ കത്തിക്കുക. ആ ഒരു ഈവിൾ സാന്റാക്ലോസ് ഈ വീട്ടിൽ കയറുമ്പോൾ അയാൾ മൊത്തത്തിൽ കത്തി നശിച്ച് ചാവണം. അതിന് വേണ്ടിയിട്ടാണ്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വീട് മൊത്തത്തിൽ നമുക്ക് കത്തിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ നാട്ടിലുള്ള ആരെ ഈ ഈവിൾ സാന്റാക്ലോസ് ജീവിക്കാൻ സമ്മതിക്കില്ല. ആടെ ഷിൻജാനെ, ഞാൻ എല്ലാം മൊത്തത്തിൽ കുത്തി വലിച്ചെറിയണം. ഈ വീട് മൊത്തത്തിൽ പൊട്ടിക്കണം. വീടിൻ്റെ അകത്തും കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീടിന് മൊത്തത്തിൽ കത്തിക്കണം. ഓക്കെ,
അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈവിളായിട്ടുള്ള ഒരു സാന്റാക്ലോസ് കാരണമെന്നാണ്. എടാ ഷിൻചാനെ പെട്ടെന്നടാ, ഷിൻചാനെ പെട്ടെന്നടാ, ആ വണ്ടി എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കി നീ ആ വണ്ടി എടുത്തോണ്ട് വാ. ഞാൻ നമ്മുടെ BMW എടുത്തോണ്ട് ഇറങ്ങാം. നമുക്ക് എങ്ങനെയാ താറ് കാണാം. എടാ ഷിൻചാനെ നീ ആ ഒരു താറ് എടുത്തോണ്ടാ, ഞാൻ എന്തായാലും ഈ ഒരു BMW എടുത്തോണ്ട് ഇറങ്ങാം. ഇന്നത്തോടെ ആ ഈവിൾ സാന്റാക്ലോസിന്റെ കാര്യം തീരുമാനമാണ്. അയാൾ ബാക്കി കൂടെ വരാനല്ല ചാൻസ് ഉള്ളൂ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതിന് മുമ്പേ നമുക്ക് ഫ്രണ്ട് വഴി കൂടെ ഇറങ്ങണം. ആടെ ഷിൻചാനെ എടാ പെട്ടെന്ന് പാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാനത് വണ്ടി എടുത്ത് ഞാൻ കറക്കി എടുക്കട്ടെ. ആടെ ഷിൻചാനെ എടാ അയാൾ വന്നിടാ, ഒന്ന് പെട്ടെന്ന് പാടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു സാന്റാക്ലോസിനെ നമ്മളെന്തായാലും കൊല്ലാനായിട്ട് പോവുകയാണ് ഗൈസ്, ഈ ഒരു ഈവിൾ സാന്റാക്ലോസിനെ. ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടികളൊക്കെ നമ്മളങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എടാ ഷിൻചാനെ ഒന്ന് പെട്ടെന്ന് പാടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ അവിടെ ഷിൻചാനുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ ഒരു വീടുകളൊക്കെ പൊട്ടിക്കാൻ ടൈം ആയിക്കാണ് ഗൈസ്. അയാളിപ്പോൾ കയറിപ്പോയിട്ടുണ്ട്. എടാ ഷിൻചാന് അയാൾ ചിരിക്കണ സൗണ്ട് അല്ലേ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇത് തന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എങ്ങനെയെങ്കിലും നമുക്ക് അയാളെ കൊല്ലണം. ആടെ ഷിൻചാനെ ഞാൻ ഇപ്പോൾ ഒരു കാളങ്ങ് ചെയ്ത് കഴിഞ്ഞ് ഈ വീട് മൊത്തത്തിൽ കത്തും. 3, 2, 1 ഗോ. അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ഈവിൾ സാന്റാക്ലോസിനെ ഇവിടെ വെച്ച് കൊല്ലാനായിട്ട് പോവുകയാണ്. ഓക്കെ നമ്മളങ്ങനെ ഇയാളെ കൊല്ലാനായിട്ട് പോവുകയാണ്. എൻ്റെ പൊന്നെ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച്. ഓക്കെ ഗൈസ്, ആ ഒരു ഈവിളായിട്ടുള്ള ആ ഒരു സാന്റാക്ലോസുകളൊക്കെ ഡെഡ് ആയിട്ടുണ്ടെന്ന് തോന്നണേ. എനിക്കറിഞ്ഞൂടാ. നമുക്കെന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്ത് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ആ ഒരു ഏതാണ് ഈവിൾ സാന്റാക്ലോസുകളൊക്കെ ഫൈനലി ഇങ്ങനെ ഡെഡ് ആയേക്കാണ് കേട്ടോ. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും പോവാം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ഷിൻചാനെ രക്ഷിച്ചേക്കാം. എടാ ഷിൻചാനെ താരം കൊണ്ട് ബാക്കി വേടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ എടാ എൻ്റെ തൊട്ട് പിറകിൽ തന്നെ പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ ഡൈനോസറൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ വെളിയിലിറങ്ങാം, എന്നിട്ട് നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം നമ്മുടെ വീട്ടിലോട്ട്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടെന്നോടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയേക്കാണ്. എൻ്റെ മോനെ ഇതെന്താണ് ഗൈസ്, നമ്മുടെ ഏതാണ് BMW ഹെഡ്ലൈറ്റുകളൊക്കെ എന്തായാലും വർക്കാവണല്ലോ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റുകളൊക്കെ അടിച്ചു പോയെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടൊക്കെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റുകളൊക്കെ എന്തായാലും വർക്കാവണില്ല. ഓക്കെ നമുക്കെന്തായാലും പോയി. ഇതെന്താണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്കാവണ? എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ നമ്മുടെ വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സാന്റാക്ലോസ് എല്ലാം ചെയ്തായിരിക്കും. വണ്ടി സത്യം പറഞ്ഞാൽ ബാക്കിലല്ലേ കിടന്നു. ഓക്കെ എനിക്കറിയണ്ട ഗൈസ്, എന്തായാലും വണ്ടി ഫുള്ളായിട്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കണക്കെ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഗൈസ്, ഈ BMW അകത്തൊരു ബോംബ് ഇരിക്കണേ. എടാ ഷിൻചാനെ താറ് നിർത്തടാ. എടാ നിർത്തടാ. എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ എടാ വണ്ടി നിർത്തടാ. എൻ്റെ മോനെ ഗൈസ്, ഇതിപ്പോഴും എന്താണ് ഉണ്ടായ? എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ മഹീന്ദ്ര താറും അതേപോലെ നമ്മുടെ BMW പൊട്ടിത്തെറിച്ചു കേട്ടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മുടെ 2 വണ്ടിയും പോയല്ലോ. ആടാ ഷിൻചാനെ എൻ്റെ മോനെ നമ്മുടെ താറും അതേപോലെ നമ്മുടെ BMW പൊട്ടിത്തെറിച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു ഗൈസ് ഈ വണ്ടിയുടെ അത് നേരത്തെ നമ്മുടെ ഒരു ഏതാണ് ഈവിൾ സാന്റാക്ലോസുകളൊക്കെ ബോംബുകളൊക്കെ വെച്ചിരുന്നതാണ്. 2 വണ്ടിയും പൊട്ടിത്തെറിച്ച് അത് ഇല്ലാതായേക്കാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഷിൻചാൻ്റെ ജീവൻ തിരിച്ചിട്ടില്ല, അത് മതി ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഗൈസ് ഈ കാണുന്ന വണ്ടിയെല്ലാം അടിച്ചു പറ്റിക്കൊണ്ട്. എൻ്റെ മോൻ എന്നാലും നമ്മുടെ 2 വണ്ടി കത്തിയായിട്ട് എൻ്റെ മോനെ മറ്റേ വണ്ടിയിൽ നേരത്തെ പോകണ്ടായിരുന്നു. ഓക്കെ അപ്പം നമ്മുടെ ഈ ഈവിൾ സാന്റാക്ലോസിന് നേരത്തെ അറിയായിരുന്നു നമ്മളിവിടെ വന്നത്. ഓക്കെ നമ്മളെ പിടിക്കാനായിട്ട് മണ്ട കയറിപ്പോയ സമയത്ത് ബോംബ് ഇട്ടായിരിക്കും. എന്നിട്ട് നമ്മളെ പിടിക്കാനായിട്ട് മുകളിൽ വന്ന സമയത്താണ് നമ്മൾ എസ്കേപ്പായി ഓടിക്കളഞ്ഞു. ഓക്കെ നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഈ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ബോംബ് അകത്ത് കണ്ടുകൊണ്ട്. ഓക്കെ അപ്പം തന്നെ ഷിൻചാനോടെ വെളിയിലിറങ്ങാണ്. ആ സ്പോട്ടിൽ തന്നെ ആ 2 വണ്ടി പൊട്ടിത്തെറിച്ചത്. ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ സാരമില്ല, നമ്മുടെ ജീവൻ തിരിച്ചിട്ടില്ല, അത് തന്നെ എന്തോ ഭാഗ്യം. ആടെ ഷിൻചാൻ